പ്രിന്റു, ഒരുപക്ഷെ നിങ്ങളുടെ നേതാവ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങൾ, ചില പ്രസ്താവനകൾ ഇപ്പോൾ ഒരേ സമയം ജാവദേക്കറെയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്ന് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും അടക്കം നടത്തുന്ന ചില ഇടപെടലുകളാണ്, പണമിടപാടുകളാണ്, അതിൻ്റെ സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ്. ഈ വിഷയത്തിൽ BJP നേതൃത്വം കൃത്യമായി മറുപടി പറയണ്ടേ? കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവിനെതിരെ വ്യാജ പ്രചാരവേല അഴിച്ചുവിടുന്നതിനിടയാക്കിയ സംഭവവികാസങ്ങളിൽ നിങ്ങളുടെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു നിലപാട് BJP നേതൃത്വം വ്യക്തമാക്കേണ്ടതില്ലേ? പ്രിന്റു. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദമായിക്കോട്ടെ, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, BJP നേതൃത്വം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ തന്നെ ഈ പേരിൽ കേട്ട പ്രകാശ് ജാവേദ്കർ, അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം എന്താണ് സംഭവിച്ചതെന്ന് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ ആലപ്പുഴയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി അവർ നടത്തിയിട്ടുള്ള വലിയൊരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചില വ്യക്തികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത് ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി അവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി അവർക്ക് നേരെ അധിക്ഷേപത്തിനെതിരെ വൈകാരികമായിട്ട് അവർക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് അത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് റിയാലിറ്റി എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറിൻ്റെതാണ്. കാരണം ഇവിടെ ഒരു വ്യക്തിയെ മാത്രമല്ല പ്രകാശ് ജാവ്ദേക്കർ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ EP ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണല്ലോ. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എല്ലാ സാധ്യതകളെയും പരിശോധിക്കുകയും അതിനനുസൃതമായിട്ടുള്ള പ്ലാനിങ് നടത്തുന്ന ഒരു ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലാത്ത ഐത്തം എന്ന് പറയുന്നൊരു നിലപാടൊന്നും BJPക്ക് ഇല്ല. എല്ലാ ആളുകളുമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്താറുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ബഹുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നടത്താൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള BJPയുടെ ഒരു അഖിലേന്ത്യാ നേതാവാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ, ഇതര മതസ്ഥ അതിനകത്തൊരു ശോഭാ സുരേന്ദ്രന്റെ ആ മുന്നോട്ട് പോക്കിൽ ആലപ്പുഴയിലെ വല്ലാത്ത ഒരു മുന്നേറ്റത്തിൽ വിറളി പൂണ്ട ചിലരാണ് വിവാദമുണ്ടാക്കിയതെന്നുള്ളതാണ്. അവിടെ ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് അക്കൗണ്ട് വഴി നൽകി, അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ വരെ വെളിപ്പെടുത്തുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ചില്ല. പിറ്റേന്ന് തന്നെ 10 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുകയും ചെയ്തു. വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ആളുമായും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ മുൻപ് നടത്തിയ ചില പണം ഇടപാടുകളെ സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രശ്നം ഉയരുന്നത്. നിങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്ന ആൾ ഈ അധികാരം, കേന്ദ്ര അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടത്തുന്ന വഴിവിട്ട ഇടപെടലുകൾ, പണമിടപാടുകൾ, അത് തന്നെയാണ് ഈ വിഷയത്തിലൂടെ പൊളിഞ്ഞു വന്നിരിക്കുന്നത്.